ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ചക്കക്കുരു വറുത്തരച്ച ഒരു കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഇപ്പം നാട്ടിൽ ചക്കയുടെ സീസണൊക്കെ ഏകദേശം തീർന്നു. എന്നാലും ഏകദേശം എല്ലാ വീട്ടമ്മമാരും ചക്കക്കുരു കളയാതെ എടുത്തു വെച്ചിട്ടുണ്ടാവും, സീസൺ കഴിഞ്ഞാലും വല്ലപ്പോഴും ഒന്ന് കറി വെക്കാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് ഞാൻ ഏകദേശം 1/4 കിലോ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറന്തോട് നല്ലവണ്ണം കളഞ്ഞ് നടുവേ മുറിക്കണം. പിന്നീട് കഴുകി ഒരു കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കാൻ വെക്കുക. ഒരു 3 വിസിലൊക്കെ മതിയാവും ചക്കക്കുരു ഒന്ന് നല്ലവണ്ണം വെന്ത് വരാനായിട്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് ചക്കക്കുരു വേവുന്ന സമയം കൊണ്ട് ഒരു 1/4 മുറി തേങ്ങ ചിരവിയത് നല്ലവണ്ണം ബ്രൗൺ കളർ ആവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം, അതും ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. പിന്നെ മൂപ്പായ തേങ്ങയിലേക്കും പെരുംജീരകത്തിലേക്കും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ഈ മിക്സ് ചെയ്ത ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം പേസ്റ്റാക്കി എടുക്കുക. ഈ സമയം കൊണ്ട് ചക്കക്കുരു വേവായി വന്നിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ മതിയാവും നല്ലവണ്ണം വേവാൻ. വേവായ ചക്കക്കുരുവിലേക്ക് അരച്ച് വെച്ച അരപ്പ് ചേർത്ത് ഒന്നുകൂടി തിളപ്പിക്കുക. പിന്നീട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിക്കുക. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും ചോറിൻ്റെയൊക്കെ കൂടെ ഏറ്റവും അനുയോജ്യമായതുമായ ഒരു കറിയാണ്. ഈ റെസിപ്പി എനിക്ക് അമ്മയിൽ നിന്ന് കിട്ടിയ അറിവാണ് കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കി അഭിപ്രായം പറയാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക്